ഹായ് ഹലോ ഇത് വന്നിട്ട് വെള്ളിയാഴ്ച വൈകുന്നേരമാണ്. ഭയങ്കര മഴയാണ്. ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ. രാവിലെ തുടങ്ങിയ മഴയാണ്. അപ്പോൾ നമുക്കിന്ന് രാത്രി ഒരു സ്ഥലം വരെ പോകണം. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് ഈ മഴയത്ത് എങ്ങനെയാണ് പോകാമെന്ന്. എന്തായാലും മഴ തോർന്നു ഞങ്ങൾ പതുക്കെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞാനും അച്ഛനും അമ്മയും മോനും കൂടെയാണ് പോകുന്നത്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ നല്ല മഴയായിരുന്നു. മഴ ഇങ്ങനെ പെയ്യുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് മഴ കുറഞ്ഞു, പക്ഷേ നല്ല മഴ ഇടയ്ക്ക് പെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പം അനൗൺസ്മെൻറ്റ് വരണമല്ലോ, ഏത് പ്ലാറ്റ്ഫോമാണ് എവിടെയാണെന്നൊക്കെ അനൗൺസ്മെൻറ്റ് വരണം. അപ്പോൾ ഞങ്ങളിങ്ങനെ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ട്രെയിൻ പോകുന്നുണ്ട്, ഏതാണെന്ന് അറിയത്തില്ല. ഇവിടെ സ്റ്റോപ്പ് എല്ലാ ട്രെയിനും ഉള്ളതാണ്, പക്ഷേ ഇത് നിർത്തിയിട്ടില്ല. സ്ട്രെയിറ്റായിട്ട് പോവുകയാണ് ചെയ്തത്. എന്താണെന്നറിയില്ല, ഏതാണെന്നും അറിയില്ലായിരുന്നു. അങ്ങനെ പിന്നെ കുറേ മഴയൊക്കെ തോർന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുറേ ഫോട്ടോസും റീൽസും അങ്ങനെ എടുക്കാൻ തുടങ്ങി. അത് ഏത് റെയിൽവേ സ്റ്റേഷനിൽ പോയാലും ഉള്ളതാണ് ഈ ഫോട്ടോസ് ഇങ്ങനെ എടുക്കുക, റീൽസ് എടുക്കുക, ഇതൊക്കെ ഇങ്ങനെ എടുത്തു. അങ്ങനെ പിന്നെ പെട്ടെന്ന് ഇങ്ങനെ അനൗൺസ്മെൻറ്റ് വന്നു, സെക്കൻഡ് പ്ലാറ്റ്ഫോമാണ് എന്ന് അനൗൺസ്മെൻറ്റ് വന്നപ്പോഴത്തേക്കും സെക്കൻഡ് പ്ലാറ്റ്ഫോമിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ നിന്ന് വേണം കയറാനായിട്ട്. അങ്ങനെ ഞങ്ങൾ സെക്കൻഡ് പ്ലാറ്റ്ഫോമിലോട്ട് സ്റ്റെപ്പ് കയറി പോവുകയാണ്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കമ്പാർട്ട്മെൻറ്റ് എനിക്കും മോനും അമ്മയ്ക്കും ഒരു കമ്പാർട്ട്മെൻറ്റാണ്, അച്ഛന് വേറെ കമ്പാർട്ട്മെൻറ്റ്. പക്ഷേ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എനിക്ക് നല്ല മഴയുമാണ്, കുറേ നനഞ്ഞങ്ങ് പോകണം. കയറുമോ, അച്ഛൻ കയറുമോ, കയറാൻ പറ്റുമോ എന്നൊക്കെ. പക്ഷേ എന്തായാലും കയറി. അങ്ങനെ കയറി നമ്മൾ കുഴപ്പമില്ലാതെ എത്തി. അങ്ങനെ 2 കമ്പാർട്ട്മെൻറ്റായി ഇപ്പോൾ റിസർവേഷൻ ചെയ്തത്. പിന്നെ അങ്ങനെ 3 മണി, നമ്മുടെ ട്രെയിൻ 9:10 ഒരു 3:05 കറക്റ്റായിരുന്നു ഇന്നലത്തെ ട്രെയിൻ സമയം. 3:05 ആയപ്പോഴത്തേക്കും മധുര റെയിൽവേ സ്റ്റേഷനാണ് കാണുന്നത്. അവിടെ എത്തി. അവിടെ നിന്ന് നമ്മൾ ബസ് കയറി മധുര ബസ് സ്റ്റാൻഡിൽ വന്നത്. മധുര ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇനിയും ഒരു 2.5 മണിക്കൂർ യാത്രയുണ്ട് കാരക്കുടിക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് വേറെ ബസ് കയറണമല്ലോ. അപ്പോൾ ഇങ്ങനെ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് അവിടെ ഇങ്ങനെ 3-3:30 ആയപ്പോഴത്തേക്ക് എത്തി കേട്ടോ. പക്ഷേ എന്നാലും നമ്മൾ 1 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം 4:30 ബസ് എടുക്കത്തുള്ളായിരുന്നു. അപ്പം 4:30 വരെ അവിടെ 1 മണിക്കൂർ വെയിറ്റ് ചെയ്തിരുന്നിട്ട് ബസ് കയറി. പ്രൈവറ്റ് ബസ്സിലാണ് കയറിയത്. അപ്പം പാട്ടൊക്കെ കേട്ട് പോകാമല്ലോ എന്ന് പറഞ്ഞിട്ട് പ്രൈവറ്റ് ബസ്സിൽ പോകാമെന്ന് പറഞ്ഞ് ഇങ്ങനെ ബസ് കിടക്കുന്നതിൻ്റെ അടുത്ത് നടക്കുന്നതാണ് മധുര മല്ലിപ്പൂ. മധുരയിൽ ഫേമസ് മല്ലിയാണല്ലോ. അങ്ങനെ ബസ്സൊക്കെ കയറി അങ്ങനെ പോവാണ്. പിന്നെ ഫുള്ള് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, ഇടയ്ക്ക് ഉറങ്ങിപ്പോയി. അങ്ങനെ കാരക്കുടി ബസ് സ്റ്റാൻഡ് എത്തി. പക്ഷേ ഇത് 6:30 പക്ഷെ നല്ല നമ്മുടെ 9 മണി സമയം പോലെയുണ്ട്. നല്ല വെയിലാണ്. 6:30 ഉള്ളൂ സമയം, പക്ഷെ നല്ല വെയിലാണ്. കണ്ടോ, എവിടെ നോക്കിയാലും വേപ്പിൻ്റെ മരം. അങ്ങനെ ഓട്ടോയിൽ കയറി. ഓട്ടോയിൽ പോകുന്ന ദൂരമേ ഉള്ളൂ, ഇവിടെ നിന്നൊരു 10 മിനിറ്റ് ട്രാവൽ അത്രയേ ഉള്ളൂ. അപ്പം ഓട്ടോയിൽ കയറി പോകുന്നുണ്ട്. അങ്ങനെ അവിടെ എത്തിയപ്പോൾ മോൾ ഉറക്കമാണ്. നമ്മളെ കണ്ടിട്ട് എണീറ്റിരിക്കുന്നതാണ് അവൾ. അങ്ങനെ പിന്നെ ഇനി അവിടെ എത്തിയ സമയത്ത് കുറച്ച് നേരം ഇരുന്നിട്ട് പോയി കുളിച്ച് ഫ്രഷാകാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി. പിന്നെ അവർക്ക് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കുമായിരുന്നു. അപ്പോൾ അവർക്ക് സ്നാക്സ് ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർക്ക്. അവർ ചിപ്സിൻ്റെ ആൾക്കാർ, അതൊക്കെ എടുത്ത് കൊടുത്തു. നോക്കിയിരിക്കുന്നത്. ഞാൻ പിന്നെ കുളി കഴിഞ്ഞ് താഴെ പോയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് നല്ല രസമുണ്ട് കാണാൻ. നല്ലൊരു സമാധാനം, പീസ്ഫുൾ ഏരിയയാണ്. കാരണം ഒരു ബഹളമോ ഒന്നുമില്ല, ഒരു വണ്ടിയുടെ ശബ്ദമോ അങ്ങനത്തെ ബഹളമോ അങ്ങനെ ഒന്നുമില്ല. നല്ലൊരു പീസ്ഫുൾ ഏരിയയാണ്. ഒരു പ്രശ്നമില്ലാത്തൊരു സ്ഥലം. നല്ല ഫ്രഷ് എയർ, ചുറ്റിലും വേപ്പിൻ്റെ മരങ്ങളും ഇതൊക്കെയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ വന്ന് പിള്ളേരുടെ കൊച്ചു ടി വിയും വെച്ച് കളിച്ചിരിക്കുകയാണ്. വേറെ അവർക്ക് അതല്ലേ ഉള്ളൂ സമയം പോക്ക്, വേറെ ഒന്നുമില്ലല്ലോ. പുറത്തിറങ്ങാൻ പറ്റത്തില്ല, വെയിലാണ്. അതുകൊണ്ട് അങ്ങനെ ഫുഡ് കഴിക്കാനിരുന്നു. അപ്പവും കടലക്കറിയും രസവടയായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ മോള് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുന്നു. ഫുഡ് കഴിച്ചിട്ട് ഒന്ന് പുറത്ത് പോകണമെന്നുണ്ട്. അതിന് അവളടുത്ത് പറഞ്ഞ് കഴിച്ചാൽ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞിട്ട് അവളെന്ത് ചെയ്യുന്നു, മേക്കപ്പ് കുളിപ്പിച്ച് വിട്ടാൽ മതി, ബാക്കിയെല്ലാം മേക്കപ്പും തന്നെ ചെയ്തോളും. പൊട്ടെഴുതുക, വയ്ക്കുക, കണ്ണെഴുതുക, എല്ലാ കാര്യങ്ങളും ചെയ്തോളും. കണ്ണൊക്കെ എഴുതും. ഇതിപ്പോൾ പൊട്ട് വെക്കുന്നതാണ്. കണ്ണെഴുതുന്നതെല്ലാം ചെയ്തിട്ട് മേക്കപ്പൊക്കെ ചെയ്യുന്നുണ്ട്. മാല ഇടുന്നുണ്ട്. മാല ഐലൈനർ വരയ്ക്കുന്നുണ്ട്. കവിളിൽ കുത്തിടുന്നുണ്ട്. എല്ലാം ചെയ്തോളും തന്നെ, ഒന്നും അറിയണ്ട.
പുറത്ത് പോകാമെന്ന് പറഞ്ഞ് പുറത്ത് പോയിട്ട് എന്തെങ്കിലും വളയോ അങ്ങനെ ഫാൻസി ഐറ്റംസ് എന്തെങ്കിലും വാങ്ങാം എന്നും പറഞ്ഞ് അതുകൊണ്ട് ഇൻട്രസ്റ്റിൽ ഒരുങ്ങുന്നതാണ്, മേക്കപ്പ് ചെയ്യുന്നതാണ് പുറത്ത് പോകാനായിട്ട്. തല ചെയ്യുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് ഒരു 2 റോസാപ്പൂ പോലത്തെ 2 ക്ലിപ്പ് എടുത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് പല പല ക്ലിപ്പ് കളറിലെടുത്ത് വെക്കാൻ നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വേണ്ട, സമ്മതിക്കത്തില്ല, എല്ലാം വെക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 2 കളറിൽ വെച്ചിട്ടുണ്ട്. ഞാൻ കടയിൽ പോകുമ്പോൾ ഞാൻ പറഞ്ഞു 2 വെക്കാൻ പാടില്ല, ഏതെങ്കിലും ഒരു കളറേ വെക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് പിന്നെ ഒരു കളറിലാക്കി. അല്ലേ, എന്തായാലും മേക്കപ്പ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ. ഈ പ്രായത്തിൽ തന്നെ ഒരു പൗഡർ ഇടാനെങ്കിലും അവൾ പഠിച്ചല്ലോ, അത് തന്നെ വലിയ കാര്യമാണ്. അതുകൊണ്ട് കള്ളിൽ കുത്തു വെക്കുന്നു. എല്ലാം കഴിഞ്ഞ് അവസാനം കുറച്ച് പൗഡർ ഉണ്ടായിരുന്നു, അത് ഞാൻ തൂത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നടക്കുന്നുണ്ട്. നല്ല വെയിലാണ് കേട്ടോ, നല്ല വെയിലാണ്. അവിടെ നാട്ടിൽ ഭയങ്കര മഴയാണെന്ന് പറയുന്നുണ്ട്, പക്ഷേ ഇവിടെ ഭയങ്കര വെയിലാണ്. അങ്ങനെ വെയിലത്ത് നമ്മൾ നടന്നു പോകുന്നുണ്ട്. കുറച്ച് ദൂരമേ ഉള്ളൂ, കുറച്ച് ദൂരമല്ല കേട്ടോ, 2 കിലോമീറ്ററിനകത്ത് 1 കിലോമീറ്റർ ഉണ്ടോയെന്നറിയില്ല. അങ്ങനെ വെയിൽ ഞാൻ കുടയും പിടിച്ച് നടക്കുന്നുണ്ട്. ഭയങ്കര വെയിലാണ്, ഭയങ്കര വെയിൽ, നല്ല ക്ഷീണമാണ്. പക്ഷെ കാറ്റുണ്ട് കേട്ടോ, വെയിലത്ത് നടക്കാനൊരു സുഖമാണ്, നല്ല കാറ്റാണ്. അങ്ങനെ അവിടെ എത്തി അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്, പരവുന്നുണ്ട്. വളയോ മാലയോ കമ്മലോ, ഇത് പിന്നെ കിച്ചൺ ഐറ്റംസ്. ഞാൻ ചുമ്മാ ജസ്റ്റ്, പിന്നെ നമുക്കൊരു സ്വഭാവം ഉണ്ടല്ലോ, കടയിൽ കയറി കഴിഞ്ഞാൽ മൊത്തം കറങ്ങണമല്ലോ, എടുത്താലും എടുത്തില്ലെങ്കിൽ മൊത്തം ചുറ്റും നടന്ന് കണ്ടാലും ഒരു സമാധാനമുള്ളൂ. അവളെന്തൊക്കെയോ എടുക്കുന്നുണ്ട്, അമ്മ എന്തൊക്കെയോ പറയുന്നുണ്ട് അവളടുത്ത്. എല്ലാ സാധനങ്ങളും ഉണ്ട്, പക്ഷേ വലിയ കളക്ഷൻസൊന്നുമില്ല. പിള്ളേർ ചെക്കന്മാരെന്തോ ആഗ്രഹിച്ച് വന്നിട്ട് അവർക്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞ് വേണമെങ്കിൽ വന്നു. ഇത് വന്നിട്ട് ഇത് ഗിഫ്റ്റ് ഐറ്റംസാണ്, ഗിഫ്റ്റ് ഐറ്റംസൊക്കെ എടുക്കുന്നുണ്ട് അവിടെ. കാരേക്കൂടി പോയില്ല, ടൗണിലല്ല, അതിനിടയ്ക്ക് ഇവർ താമസിക്കുന്നതിന് അടുത്തുള്ള ഒരു കടയാണിത്. അങ്ങനെ എല്ലാം വാങ്ങി തിരിച്ച് വരുന്നുണ്ട്. തിരിച്ച് വരുമ്പം ഞങ്ങളൊരു ഐസ്ക്രീമും ജ്യൂസും വാങ്ങിച്ചു. പിള്ളേർക്ക് പക്ഷേ നല്ല വെയിലാകാണ്, ചൂടല്ലേ, ദാഹിക്കുന്നു. വെള്ളം കുടിക്കാൻ ഏറ്റവും മടിയുള്ള ആളാണ്. പക്ഷേ ഞാൻ ഇവിടെ വന്നപ്പോൾ ഭയങ്കര വെള്ളം കുടി, അത്രയ്ക്ക് വെയിലും ചൂടുമാണ്. അങ്ങനെ സാധനങ്ങളും വാങ്ങി നടക്കുന്നതാണ്. വന്നാൽ നല്ല കാറ്റുണ്ട് കേട്ടോ, നടക്കുമ്പോൾ നമ്മൾ ഈ ചൂടറിയുന്നില്ല. പക്ഷേ നടന്നു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് നിൽക്കുമ്പോഴാണ് നമ്മൾ ചൂടിൻ്റെ കാഠിന്യം അറിയുന്നത്. ശരീരമാണ് വേർത്ത് ഭയങ്കര ഇതാണ്. ഇപ്പോൾ നല്ല വെയിലാണ്. പിന്നെ കുട പിടിച്ചാൽ ശരിയാകത്തില്ല, എല്ലാവരെയും കൊണ്ട് റോഡിൽ കൂടി നടക്കുന്നില്ല. ഞാൻ കുട മടക്കി വെച്ചിട്ട് ഇങ്ങനെ നടന്ന് എത്തുന്നുണ്ട്. എത്താറായി വീട്. അങ്ങനെ ഇന്നും നാളെയും കൂടി കിടക്കാണ്. നാളെ രാത്രി തിരിച്ച് പോകണം. മറ്റന്നാൾ മോന് സ്കൂളിൽ പോകണം, എനിക്ക് ഓഫീസിൽ പോകണം. അപ്പോൾ നാളെ രാത്രി ട്രെയിനുണ്ട്, അങ്ങനെ തിരിച്ച് കയറി ഞങ്ങൾ മറ്റന്നാൾ നാട്ടിലെത്തും. അച്ഛനമ്മ 2 ദിവസം കഴിഞ്ഞ് വരുള്ളൂ. ഇങ്ങനെയാണ് ഇന്നത്തെ ദിവസം.